അപ്പോൾ ഈ ക്ലീനിങ് പ്രോസസ്സിലൂടെ വിസിബിളായിട്ടുള്ളതും നോൺ വിസിബിളായിട്ടുള്ളതുമായ എല്ലാ സോയിലിനെയും ഡെർബീസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. ഈ ക്ലീനിങ് പ്രോസസ്സ് മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. അതിലൊന്നാമത്തതാണ് പ്രീ ക്ലീനിങ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതുപോലെ അത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നടക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രൊസീജിയർ. ഓക്കെ, അതിനെ പ്രൈമറി വാഷ് ചെയ്ത് പ്രീ ക്ലീനിങ് ചെയ്യുന്നു ഇൻസ്ട്രുമെൻസിനെയും മെഡിക്കൽ ഡിവൈസുകളെയും ഒക്കെ. അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് മെക്കാനിക്കൽ ക്ലീനിങ്. അതായത് നമ്മുടെ മെഷീൻസ്, ഓട്ടോമേറ്റഡ് മെഷീൻസ്, അൾട്രാസോണിക് ക്ലീനറും വാഷർ ഡിസ്ഇൻഫെക്ടർ പോലുള്ള മെഷീൻസ് ഉപയോഗിച്ചുള്ള ക്ലീനിങ്. മൂന്നാമത്തത് മാനുവൽ ക്ലീനിങ്, അല്ലെങ്കിൽ നമ്മൾ കൈകൾ കൊണ്ട് മാനുവലി ആയിട്ട് ക്ലീൻ ചെയ്യും. അപ്പം നമ്മുടെ ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ ഈ ഒരു മാനുവൽ ആൻഡ് മെക്കാനിക്കൽ ക്ലീനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മാനുവൽ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ചില മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഡിവൈസുകൾ, അതായത് ചില ലൂമൻഡ് ആയിട്ടുള്ള കാനുലേറ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ, അതുപോലെ തന്നെ ചില പവേർഡ് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക് ബാറ്ററി അല്ലെങ്കിൽ ന്യൂമാറ്റിക് പവേർഡ് എക്യുപ്മെൻറ്റ്സ്, പിന്നെ ചില ഓഫ്താൽമിക്കിൻ്റെയൊക്കെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ഡിസൈനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാനുവലിയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ മാനുവൽ ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഐറ്റംസും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ആ ഒരു ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി. അതായത് ഇപ്പോൾ ഹിഞ്ചഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, നമ്മുടെ ജോയിൻറ്റ്സ് ഒക്കെ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ എല്ലാം ഫുള്ളി ഓപ്പൺഡ് ആയിരിക്കണം. നമ്മുടെ ആർട്ടറി ഒക്കെ പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഫുള്ളി ഓപ്പൺ ചെയ്ത് വേണം ക്ലീനിങ്ങിന് എടുക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് പാർട്സൊക്കെ ഉള്ള മൾട്ടി പാർട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിസസംബിൾ ചെയ്യുക. മാനുഫാക്ചേഴ്സ് IFU അനുസരിച്ച് ഡിസസംബിൾ ചെയ്തിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കാൻ. ഈ കാനുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൂമൻഡ് ആയിട്ടുള്ള ഡിവൈസൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ആ സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചാനൽസിലും ആ സൊല്യൂഷൻ ഫ്ലഷ് ചെയ്യണം. അതുപോലെ തന്നെ അത് വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്ലഷിങ്ങും മറ്റ് സോക്കിങ് ഒക്കെ ചെയ്യാൻ. പിന്നെ ഈ ഒരു ലൂമിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു അതിൽ ഫിറ്റ് ആവുന്നൊരു ബ്രഷ് ഉപയോഗിച്ച് വേണം ലൂമിന് മൊത്തം ക്ലീൻ ചെയ്യാനുള്ളത്. ആ ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ടും ലൂമൻ കവർ ചെയ്യുന്ന ബ്രഷായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ടും അതിൻ്റെ ടിപ്പുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഹിഞ്ചസ്, ബോക്സ് ലോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ജോയിൻറ്റുകൾ, അതിൻ്റെ സിറേഷൻസ്, ക്രെവിസസ്, ഇവിടെയൊക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം. കാരണം ഇവിടെയൊക്കെ ആയിരിക്കും സോയിൽ കൂടുതലും പറ്റി പിടിച്ചിരിക്കുക, അതിൽ മൈക്രോബ്സ് ഹാർബർ ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അടുത്ത് ഓർത്തോയുടെയും ന്യൂറോയുടെയൊക്കെ ഈ ക്യൂററ്റ്സ്, കെരസൺ പഞ്ചസ്, മറ്റ് റോങ്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഈ ബ്ലഡ്, മറ്റ് ഫാറ്റ് ടിഷ്യൂ, ബോൺ പീസുകൾ, ഇതൊക്കെ ഒരുപാട് കാണും. അപ്പോൾ ആദ്യം ഒരു ബ്രിസ്റ്റിൽ ബ്രഷ് വെച്ച് അതിനെയൊക്കെയാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഓഫ്താൽമിക്കിൻ്റെയും ദന്തലിൻ്റെയൊക്കെ ചെറിയ ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ വലിയ ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ട് മിക്സ് ചെയ്യരുത്. അത് പ്രത്യേകം സെക്ഷനായിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മിസ് അലൈൻമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിക്കാം. പിന്നെ ഈ ഒരു മാനുവൽ ക്ലീനിങ് ചെയ്യുമ്പോൾ ചില ഐറ്റംസ് വെള്ളത്തിനകത്ത് മുക്കി വെച്ച് ക്ലീൻ ചെയ്യാൻ കഴിയാത്ത നോൺ ഇമേഴ്സിബിൾ ഐറ്റംസ് ആണ്. നമ്മുടെ പറഞ്ഞതുപോലെ പവേർഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ കോഡുകൾ, അതിൻ്റെ കേബിൾസ്, ഫൈബർ ഒപ്റ്റിക് ലൈറ്റ് കേബിൾസ്, മറ്റ് ക്യാമറാസ്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഒരു സോഫ്റ്റ് ക്ലോത്ത്, ഒരു ലിൻ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ച് പുറമെ വൈപ്പ് ചെയ്തെടുക്കണം. ആ ക്ലോത്ത് ഒരു നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് സൊല്യൂഷനിലോ എൻസൈമാറ്റിക് സൊല്യൂഷനിലോ നമ്മൾ സോക്ക് ചെയ്തിട്ട് അത് വെച്ച് വൈപ്പ് ചെയ്ത് വേണം എടുക്കാൻ. പിന്നെ ചില കാനുലേറ്റഡ് ആയിട്ടുള്ള പവേർഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഐറ്റംസൊക്കെ അതിൻ്റെ ലൂമൻ മാത്രം നമുക്ക് റണ്ണിങ് വാട്ടറിൽ വെച്ച് ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സിറിഞ്ചിൽ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഫില്ല് ചെയ്ത് ആ കാനുലേറ്റഡ് ഡിവൈസിനകത്ത് ഫ്ലഷ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ അടുത്ത് പറയുന്നത് ബയോഫിലിമിനെ കുറിച്ചാണ്. നമ്മൾ ഈ ഒരു CSSD-യുടെ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ RO വാട്ടറാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രീറ്റഡ് വാട്ടർ. എസ്പെഷ്യലി നമ്മുടെ ഫൈനൽ റിൻസിങ്ങിന് വേണ്ടി. കാരണം നമ്മൾ നോർമൽ ടേപ്പ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്ട്രുമെൻറ്റിന് പുറത്തൊക്കെ ബയോഫിലിം
പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ബയോഫിലിം സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനകത്ത് കുറേ മാസസ് ഓഫ് സെൽസ്, അതായത് പല തരത്തിലുള്ള ബാക്ടീരിയയും മറ്റ് മൈക്രോബ്സൊക്കെ അറ്റാച്ച് ചെയ്ത് അതൊരു ലെയർ ഫോം ചെയ്യും. ഓക്കെ, അത് ഈ മെഡിക്കൽ ഡിവൈസുകളുടെ സർഫസിൽ അത് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ബയോഫിലിം ലെയർ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സർഫസിലോ അതിനകത്തോ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റും നമ്മുടെ മറ്റ് ഡിസിൻഫെക്റ്റൻറ്റ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസൊക്കെ ഈ ലെയർ പെനട്രേറ്റ് ചെയ്ത് ആ മൈക്രോബ്സിനെ നശിപ്പിക്കാനുള്ള ആ ഒരു എഫിഷ്യൻസി കുറയും. അതായത് ഈ ഒരു ബയോഫിലിം വളരെ റെസിസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും കഴിയില്ല പിന്നീട്. അപ്പോൾ അങ്ങനെ വാട്ടർ ക്വാളിറ്റി നല്ലതല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ സർഫസിലോ ഒക്കെ ബയോഫിലിം ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പിന്നീട് നമ്മൾ മാനുവലി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ചില ഹാർട്ട് വാൽവ്സ്, നമ്മുടെ പേസ് മേക്കേഴ്സ്, മറ്റ് പ്രോസ്തറ്റിക് ജോയിൻറ്റ്സ്, എൻഡോട്രക്കിയൽ ട്യൂബിങ്സ്, കാർഡിയക് കത്തീറ്റർ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിവൈസുകളിലാണ് കൂടുതലും ബയോഫിലിം ഫോം ചെയ്യാനുള്ള ചാൻസ്. ഇനി പറയുന്നത് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. എന്തൊക്കെ ഫാക്ടറുകളാണ് ഈ ഒരു ക്ലീനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്തേത് വാട്ടർ ക്വാളിറ്റി. നമ്മൾ പറഞ്ഞു നോർമൽ pHയിലുള്ള സോഫ്റ്റ് വാട്ടർ ആയിരിക്കണം നമ്മൾ സാധാരണ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ ഫൈനൽ റിൻസിങ്ങിന് വേണ്ടി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത വാട്ടർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അല്ല നമ്മുടെ കോർപ്പറേഷൻ അതേപോലെ കായലിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വരുന്ന വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ വാട്ടർ ടെമ്പറേച്ചർ ഇപ്പോൾ നമ്മൾ വാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പ്രോട്ടീൻ കൊയാഗുലേഷനൊക്കെ നടക്കും. ഫസ്റ്റിൽ നമ്മൾ വാം വാട്ടർ അത്രയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും, പ്രോട്ടീൻ കൊയാഗുലേഷൻ നടന്നു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻ, ഏത് ക്ലീനിങ് ഏജൻ്റാണ് ഉപയോഗിക്കുന്നത് അതിനെ അഫക്റ്റ് ചെയ്തിരിക്കും നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ്. മൾട്ടി എൻസൈമാറ്റിക് ആണോ, സാധാരണ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ആണോ, അങ്ങനെ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനെ അഫക്റ്റ് ചെയ്തിരിക്കും. പിന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഡിസൈൻ അല്ലേ, പല ഇൻസ്ട്രുമെൻറ്റും പല ടൈപ്പും പല മാനുഫാക്ചറിങ് അല്ലേ, അത് പല രീതിയിലായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ അഫക്റ്റ് ചെയ്തിരിക്കും. പിന്നെ ഏത് ടൈപ്പിലുള്ള സോയിലാണ് അതിൽ ഉള്ളതെന്നതിനെ അഫക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ സോയിലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഓർഗാനിക് സോയിൽ കാണും, ഇനോർഗാനിക് സോയിൽ കാണും. അതിൽ ഏത് ടൈപ്പ് സോയിലാണ്? അപ്പോൾ ഓർഗാനിക് സോയിലാണെങ്കിൽ എന്ത് ചെയ്യും, കുറേ സമയം നമ്മൾ നല്ല കൃത്യമായിട്ട് മൾട്ടി എൻസൈമാറ്റിക് ക്ലീനർ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച് സോക്ക് ചെയ്ത് തന്നെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഹ്യൂമൻ ഫാക്ടർ അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ്, അതായത് നമ്മുടെ ബ്രഷൊക്കെ വെച്ച് ഒരച്ച് കഴുകുന്ന ആ ഒരു രീതിയൊക്കെ അഫക്റ്റ് ചെയ്തിരിക്കും. നന്നായിട്ട് എല്ലാ പാർട്സും ഒരച്ചൊക്കെ നന്നായിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവും, അതൊക്കെ അറിയാലോ. ഓക്കെ, പിന്നെ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ 3 ടൈപ്പിലുള്ള എനർജിയാണ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ബ്രഷൊക്കെ വെച്ച് ഒരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഫ്രിക്ഷനാണ് സംഭവിക്കുന്നത്. അതിനെയാണ് മെക്കാനിക്കൽ എനർജി. രണ്ടാമത് ഡിറ്റർജൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ഏജൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ കെമിക്കൽ എനർജി കാണും. പിന്നെ അവിടെ ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലേ, നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഉണ്ടാവും, അത് തെർമൽ എനർജി. അത് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ക്ലീനിങ്.